മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഗതാഗത വകുപ്പ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. സ്വകാര്യ ചാനൽ മന്ത്രിയുടേതെന്ന പേരിൽ പുറത്തുവിട്ട അശ്ലീല ഫോൺ സംഭാഷണം വിവാദമായതിനെ തുടർന്നാണ് രാജി പ്രഖ്യാപിച്ചത്. രാജി മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറി. കുറ്റസമ്മതമല്ലെന്നും രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലാണ് രാജിവെക്കുന്നതെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. അശ്ലീല ചുവയോടെ സ്ത്രീയോട് സംസാരിക്കുന്ന ശബ്ദ സംഭാഷണം മന്ത്രിയുടേതെന്ന പേരിൽ സ്വകാര്യ ചാനലിലൂടെ പുറത്തുവന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് എ.കെ. ശശീന്ദ്രൻ രാജി പ്രഖ്യാപിച്ചത്. നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി തനിക്ക് ബന്ധമില്ല, രാജി കുറ്റസമ്മതമല്ലെന്നും LDFും NCPയും താനും കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് രാജിവെക്കുന്നതെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. എൻ്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞാനും നാളിതുവരെ ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. എൻ്റെ പേരിൽ എൻ്റെ പാർട്ടിയിലെ ഒരു പ്രവർത്തകനും തലകുനിച്ച് നിൽക്കേണ്ടി വരികയില്ല എന്നതാണ് ഞാൻ എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട്. ശരിതെറ്റ് എന്നതിനേക്കാൾ ഉപരിയായി ഈ രാഷ്ട്രീയ ധാർമ്മികതയെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ വിവരം ഞാൻ അല്പസമയത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ്. സംഭവത്തിൽ ശരിയും തെറ്റും പുറത്തു വരേണ്ടതുണ്ട്. മന്ത്രിസ്ഥാനത്ത് തുടർന്ന് അന്വേഷണം നേരിടുന്നത് ശരിയല്ലെന്ന് കരുതുന്നതിനാലാണ് രാജി. ഏതു തരത്തിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇതിലെ ശരിതെറ്റുകൾ അദ്ദേഹം വസ്തുനിഷ്ഠമായി ഏത് ഏജൻസിയെ വെച്ച് വേണമെങ്കിലും അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിലൂടെ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചുവരുമെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മന്ത്രി എ.കെ. ശശീന്ദ്രനെതിരെ ഉയർന്നുവന്ന ആക്ഷേപത്തിന്റെ വസ്തുതകൾ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ തലങ്ങളിലുമുള്ള പരിശോധന ആവശ്യമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു ചാനൽ മന്ത്രി എ.കെ. ശശീന്ദ്രനെ കുറിച്ച് ഒരു ആക്ഷേപം ഉന്നയിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് വസ്തുത എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധപ്പെട്ട ആളോടും എന്താണ് എന്നത് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയൂ. ഇത്തരമൊരു ആക്ഷേപം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ഇത് ഏത് തരത്തിലാണ് ഉയർന്നു വന്നത് എന്ന് ആദ്യം പറയണമല്ലോ, അതാദ്യം അറിയണമല്ലോ. ഇങ്ങനെ ഉയർന്നു വന്ന കാര്യത്തിൽ വസ്തുതയുണ്ടെങ്കിലാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുള്ളതാണോ എന്നുള്ളതടക്കം പരിശോധിക്കണ്ടേ. ആ പരിശോധന നടക്കട്ടെ. എ.കെ. ശശീന്ദ്രൻ എന്നെ വിളിച്ചു. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോപണം ഉയർന്ന് മണിക്കൂറുകൾക്കകം എ.കെ. ശശീന്ദ്രൻ രാജിവെച്ചത് ധാർമ്മികത ഉയർത്തിക്കാട്ടുന്നതെന്ന് പന്ന്യൻ രവീന്ദ്രൻ. സോളാർ കേസിൽ ഫോൺ രേഖകൾ പുറത്തു വന്നിട്ടും കൂസലില്ലാതിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വിമർശനമുന്നയിക്കാൻ യോഗ്യതയില്ലെന്നും പന്ന്യൻ ദില്ലിയിൽ പറഞ്ഞു. ആരോപണം ഉന്നയിച്ച് പുറത്തു വന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സത്യസന്ധത എന്താണെന്ന് അന്വേഷിക്കാതെ തന്നെ രാജിവെക്കാൻ തീരുമാനിക്കാന്ന് പറഞ്ഞത് അതാണ് ഒരു മുന്നണിയുടെ ഇച്ഛാശക്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുന്നണിയാണ്. ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും സമാനം പറയണം. ജനങ്ങളുടെ മനസ്സിൽ സംശയത്തിന് മാറാലുണ്ടായി അതിനുശേഷം ഒരുപാട് ചർച്ച നടന്നതിന് ശേഷം ഇനി എന്നാൽ മാറി നിൽക്കുക എന്ന് പറഞ്ഞത് ശരിയല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആരോപണം ഉന്നയിച്ചതിന് ശേഷം തന്നെ മന്ത്രി രാജിവെക്കുന്നു. രാജിവെക്കാതെ മന്ത്രിക്ക് വേണമെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പറയായിരുന്നു. അതാണ് UDFിന്റെ പാരമ്പര്യം. ഞങ്ങളുടെ പാരമ്പര്യം അതല്ല. ആരോപണം ഉന്നയിച്ച് കേട്ടപ്പം അപ്പം തന്നെ മന്ത്രി രാജിവെച്ച് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ വേണ്ടി പറയുക. ഇതാണ് ധാർമ്മികമായി ചെയ്യേണ്ട കാര്യം. അത് ഇതുവരെ ചെയ്തില്ല എന്നുള്ളത് UDFിന്റെ കാലത്ത് നമ്മൾ ആക്ഷേപിച്ചാണ്. ഞങ്ങളുടെ കാലത്ത് ഈ രണ്ട് കേസിലും അതിൽ എന്ത് വന്നാലും തിരക്കുള്ള രണ്ട് മന്ത്രിമാരും കാണിച്ച ഒരു മാന്യത, ഗവൺമെന്റ് കാണിച്ച ധാർമ്മികത, ഇടതുപക്ഷ മുന്നണി ആ കാര്യത്തിൽ കാണിച്ച തീരുമാനം, ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് മാതൃകയാണ്. കേരളത്തിന് മാത്രമല്ല, ആ മാതൃകയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ രാജി സ്വാഗതം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ്. ആരോപണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. ലൈംഗിക ചുവയോടുകൂടിയുള്ള മൊഴിയെ സംബന്ധിച്ച് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ആ രാജി വളരെ നന്നായി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം മുഖ്യമന്ത്രി നടത്തണം. ഇതിൽ എന്തെങ്കിലും കൂടാതെ ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ അന്വേഷണം നടത്തണം.
ഇത് മലപ്പുറത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാണ് രാജി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ മുറക്ക് വിശദാംശം ഉന്നയിച്ചിട്ട് കൂടുതൽ കാര്യം പറയുന്നത്. സാങ്കേതികമായി മന്ത്രി ഇത് ഉറപ്പുവരുത്തിയിട്ടൊന്നുമില്ല. അതായത് സാങ്കേതികമായിട്ട് മന്ത്രി ഉറപ്പുവരുത്തി. സാധാരണഗതിയിൽ ഒരു മന്ത്രിയുടെ ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു ശബ്ദരേഖ വന്നാൽ അത് തൻ്റേതാണോ എന്ന് ആദ്യമായി വെരിഫൈ ചെയ്യണം. അത് മന്ത്രി വെരിഫൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, വെരിഫൈ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും ആ സാഹചര്യം ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നു എന്നതിനപ്പുറമായി മറ്റൊന്നുമില്ല. എന്നാലും അദ്ദേഹത്തെ രാജി നന്നായി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഡോക്ടർ ഫിലിപ്പോസ് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തയുടെ 100ാം പിറന്നാൾ ആഘോഷം കൈരളി TV പത്തനംതിട്ട പൗരാവലിയും കാഴ്ചയും ചേർന്ന് വലിയ ജനസമക്ഷത്തിൽ ആഘോഷിച്ചു. പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് കൈരളി TVയുടെ നേതൃത്വത്തിൽ മെഗാ ഷോയും അരങ്ങേറി. ഈ പരിപാടിയുടെ പൂർണ്ണരൂപം ഈസ്റ്റർ ദിനത്തിൽ കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യും. നാടൊട്ടുകാണ പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെത്തിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്വർണ്ണനാവുള്ള തിരുമേനി എന്നാണ് ക്രിസോസ്റ്റം തിരുമേനി നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വളരെ സരളമായ ഭാഷയിൽ തമാശ കലർന്ന പ്രസംഗത്തിലൂടെ അതിഗഹനമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അനിതര സാധാരണമായ കഴിവാണ് തിരുമേനിയെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കൊടുത്തിട്ടുള്ളത്. ക്രിസോസ്റ്റം തിരുമേനിയുടെ ചിത്രമാലേഖനം ചെയ്ത 100 കിലോ വരുന്ന കേക്കാണ് ആഘോഷ പരിപാടിയിൽ തിരുമേനി മുറിച്ച് എല്ലാവർക്കുമായി പങ്കുവച്ചത്. നിങ്ങൾ ഈ കഴിഞ്ഞ 99 വർഷം എനിക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ തക്കവണ്ണം ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദി പറയുകയും ആ ഉപകാരങ്ങൾ അനുസരിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ദൈവം എന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസോസ്റ്റം തിരുമേനിക്ക് പ്രണാമങ്ങളുമായി രാഷ്ട്രീയ സാംസ്കാരിക നായകരുടെ വലിയ നിര തന്നെ എത്തിയിരുന്നു. തുടർന്ന് കൈരളി TVയുടെ വന്ദനം 2017 മെഗാ ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. NCDC കേരള റീജിയന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടന്നുവന്ന അഡ്വാൻസ്ഡ് മെഡിറ്റേഷനിലെ പരിശീലന ക്യാമ്പ് ഇന്ന് സമാപിക്കും. ദീക്ഷക് സദനിൽ നടന്ന ക്യാമ്പ് മേയർ EP രതയാണ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം ലഭിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. NCDC ചെയർമാൻ ബാബ അലക്സാണ്ടറാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ഓസ്ട്രേലിയയിൽ മലയാളി ടാക്സി ഡ്രൈവറെ തദ്ദേശീയർ ആക്രമിച്ചു. ഇന്ത്യക്കാരനല്ലേ എന്ന് ചോദിച്ചാണ് കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ ലീ മാക്സിനെ ആക്രമിച്ചത്. അയാളുടെ മുഖത്ത് പരിക്കേറ്റു. ടാസ്മാനിയ സംസ്ഥാനത്തെ ഹൊബാർട്ടിലെ ഭക്ഷണശാലയിലായിരുന്നു ആക്രമണം. വംശീയ ആക്രമണമാണെന്ന് കാട്ടി ഇയാൾ ടാസ്മാനിയൻ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഹൊബാർട്ടിലെ മക്ഡൊണാൾഡ്സ് റെസ്റ്റോറന്റിൽ ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. തദ്ദേശീയരായ 4 യുവാക്കളും യുവതിയും ഭക്ഷണശാലയിലെ ജീവനക്കാരുമായി തർക്കിക്കുന്നത് ലിമാക്സ് കണ്ടിരുന്നു. ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഇവർ ആക്രമണം നടത്തിയത്.